പണ്ട് പണ്ടൊരിക്കൽ ലോകത്തിന് തന്നെ മാതൃകയായിരുന്ന ഒരു നാടുണ്ടായിരുന്നു. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സൗന്ദര്യം നിറഞ്ഞ ആ നാട്ടിൽ ജീവിച്ച മനുഷ്യർ സത്യസന്ധരും, മാനുഷിക മൂല്യങ്ങൾക്ക് അങ്ങേയറ്റം വില നൽകി ഏകോദര സഹോദരങ്ങളെപ്പോലെ അത്യധികം ആഹ്ലാദത്തോടെ ജീവിച്ചു വരികയായിരുന്നു. ഓരോ ഭവനങ്ങളും നന്മയുടെയും സ്നേഹത്തിൻ്റെയും കാവൽപ്പുരകളായിരുന്നു. അമ്മമാർ സ്നേഹത്തോടെ അന്നം വിളമ്പി, ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന അച്ഛന്മാർ ഭാര്യയുടെയും മക്കളുടെയും സ്നേഹത്തിനു മുൻപിൽ നിത്യനിർവൃതി പോകി. നാൾക്കുനാൾ വീടുകൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ഊഷ്മളത വർദ്ധിച്ചു വരുന്നു. അങ്ങനെയിരിക്കെ ആ നാട്ടിലേക്ക് വിദേശത്തു നിന്നും വിസ്മയം തീർത്തുകൊണ്ടൊരു സമ്മാനമെത്തി. പ്രഭ ചൊരിയുന്ന, ആരെയും വശീകരിക്കുന്ന ഒരു മുത്ത്. ആ മുത്തിന് ഓരോ മനുഷ്യരിലേക്കും അവരുടെ ചിന്തകളിലേക്കും പടർന്നു കയറാനുള്ള അസാമാന്യമായ ശേഷിയുണ്ടായിരുന്നു. കഥകൾ പറയാനും ദൂരങ്ങൾ താണ്ടാനും അനന്തമായ വിനോദങ്ങൾ കാണിക്കാനും കഴിവുണ്ടായിരുന്നു. ഈ മാന്ത്രികമുത്തിനെ ആ രാജ്യത്തിലെ രാജാവ് ഇരുകയും നീട്ടി സ്വീകരിച്ചു. ഈ സ്വീകാര്യത മുതലെടുത്ത് ആ മുത്ത് നാടാകെ പടർന്നു കയറാൻ തുടങ്ങി. ആദ്യം മനുഷ്യർക്ക് അത്ഭുതമായി തോന്നി. പിന്നീട് അവരിലേക്കും മെല്ലെ പടർന്നു കയറി തുടങ്ങി. ഓരോ മനുഷ്യനും മുത്തിലേക്ക് സൂക്ഷ്മമായി നോക്കി തുടങ്ങി. അതിൽ നിന്നും ചൊരിയുന്ന വശ്യപ്രകാശത്തിന് ആകാശക്കാഴ്ചയെ, അകക്കാഴ്ചയെ മറയ്ക്കാൻ പറ്റുമായിരുന്നു. അകമേ പ്രകാശിച്ചിരുന്ന മനുഷ്യജ്യോതിയെ മുത്തിൻ്റെ വശ്യപ്രകാശം കെടുത്തിക്കളഞ്ഞു. കുട്ടികളുടെ വിളികൾ കേൾക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ജീവിതക്രമങ്ങൾ കൂപ്പുകുത്തി തുടങ്ങി. ജനങ്ങളുടെ അവസ്ഥ കണ്ട് പരിഭ്രാന്തനായി രാജാവ്. ഒടുവിൽ രാജാവ് ഒരു സത്യം തിരിച്ചറിഞ്ഞു. ഇവിടുത്തെ കാതലായ പ്രശ്നം എന്താണ്? അന്വേഷണം ആരംഭിച്ചു. മുത്തിനല്ല എന്ന് കണ്ടെത്തി. ആ മുത്തിൻ്റെ അമിതമായ ഉപയോഗമാണ് ഇതിന് കാരണമെന്ന് കണ്ടെത്തി. അപകടം മനസ്സിലാക്കിയ രാജാവ് ഉടൻ തന്നെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു.
ആരും തന്നെ മുത്തുകൾ നശിപ്പിക്കേണ്ടതില്ല. പക്ഷേ ഈ മുത്ത് എല്ലാവരും അവരവരുടെ ജോലികൾ ഭംഗിയായി നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൈകൊണ്ട് തൊടാൻ പാടുള്ളൂ എന്ന് രാജാവ് തന്നെ മാതൃകയായി കാണിച്ചു കൊടുത്തു. മുത്ത് മാറ്റിവെച്ചു. നഷ്ടപ്പെട്ട സമയത്തെ, സ്നേഹത്തെ, കരുതലിനെ അവർ തിരികെ പിടിച്ചു. ആ മാറ്റത്തെ ജനങ്ങൾ ശിരസാ വഹിക്കുകയും ചെയ്തു. കാലം കഴിഞ്ഞപ്പോൾ ആ രാജ്യം പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുപോയി. വീടുകളിൽ കെട്ടുപോയ വിളക്കുകൾ വീണ്ടും പ്രകാശിച്ചു. മുത്തിൻ്റെ വെളിച്ചത്തേക്കാൾ മനോഹരമാണെന്നവർ തിരിച്ചറിഞ്ഞു. കണ്ണുകളിൽ തിരിച്ചെത്തിയ സ്നേഹത്തിൻ്റെ വെളിച്ചമായിരുന്നു അത്. സന്ധ്യകൾ വീണ്ടും പൂത്തു തുടങ്ങി. മുത്ത് രാജ്യം ഭരിച്ചില്ല, പകരം രാജ്യം മുത്തിനെ ഭരിച്ചു. അത് നിയന്ത്രിക്കാൻ അവർ പഠിച്ചു. എപ്പോൾ നോക്കണം, എപ്പോൾ മാറ്റിവെക്കണം എന്ന ബോധ്യത്തിൽ അടിയുറച്ചു നിന്നു. അങ്ങനെ തങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടിട്ടില്ല എന്നവർ തിരിച്ചറിഞ്ഞു. ആഹ്ലാദിച്ചു. സ്നേഹത്തിൻ്റെ വെളിച്ചത്തോടൊപ്പം ആർദ്രതയുടെ മിന്നാമിനുങ്ങുകളും പ്രകാശിച്ചു പറന്നു നടന്നു, കണ്ണുകളിലെ തെളിച്ചം പോലെ.